Hello friends, welcome back to my channel SSC Cooking World. ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ട് എളുപ്പത്തിൽ നമ്മൾക്ക് എല്ലാവർക്കും ഒരുപോലെ വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന ബട്ടർ ചിക്കൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. റെസിപ്പിയിലോട്ട് കടക്കുന്നതിന് മുമ്പായി നമ്മളുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഏതെങ്കിലും കൂട്ടുകാർ എവിടെയെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള കുഞ്ഞു ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. എന്നാലേ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലെത്തുകയുള്ളൂ. നിങ്ങൾക്കത് അപ്പോഴപ്പോൾ തന്നെ കാണാനും പറ്റത്തുള്ളൂ. ഒരു മാസമൊക്കെ ആയിട്ടാവും വീഡിയോ ഇട്ടിട്ട് നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് വീഡിയോ ഇടാൻ പറ്റാതിരുന്നത്. ഇതിന് വേണ്ടിയിട്ട് ഒരു 1.5 kg ഫുള്ളായിട്ടുള്ള ഒരു ചിക്കന് എടുത്തിട്ടുണ്ട് ഞാൻ. അതിനെ നന്നായി കഴുകിയെടുത്തതിന് ശേഷം നമ്മൾക്ക് ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് പാകത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയാണ് 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നീട് ഒരു 2 ടേബിൾ സ്പൂണ് കൊറിയാണ്ടർ പൗഡർ മല്ലിപ്പൊടി അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഗരം മസാല 1/2 ടീസ്പൂണ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1.5 ടേബിൾ സ്പൂണ് മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 കപ്പ് അരക്കപ്പ് മതി വെള്ളം ഒഴിച്ചെടുത്തെങ്കിൽ. എന്നിട്ട് നമുക്ക് ഇതിനെ മൂടി വെച്ചിട്ട് നല്ല പോലെ ഇതിനെ വേവിച്ചെടുക്കണം. 1/2 കുക്ക് ആയി കിട്ടിയാൽ മതി. നല്ലോണം വെന്തിട്ട് ഒടിഞ്ഞിട്ട് ഇങ്ങനെ ഇതളുകളൊക്കെ ആയിട്ട് പോകുന്നില്ലേ, അങ്ങനെയൊന്നും ആവണ്ട. ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും ചിക്കൻ ആയതുകൊണ്ട്. അപ്പോൾ അതിന് ശേഷം നമ്മൾക്ക് അതിൻ്റെ അടുപ്പ് മാറ്റിയിട്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് അതിൻ്റെ വെള്ളം വറ്റിച്ചെടുക്കാം. എന്നിട്ട് ആ സമയത്ത് തന്നെ നമുക്ക് കാഷ്യൂനട്ടിലെ കുറച്ച് ഒരു 1/3 കപ്പിലെ 1/4 കപ്പിന് മേലെയായിട്ട് അത്ര എടുത്തിട്ട് നമുക്ക് തിളച്ച വെള്ളത്തിൽ ഒന്ന് കുതിരാൻ വേണ്ടി വെക്കണം. ആ ടൈമിൽ നമുക്ക് ഈ 2 സവാളയും 2 ടൊമാറ്റോയും പിന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയും നമുക്ക് ഇതുപോലെ ചെറുതായി അരിഞ്ഞെടുക്കണം. അത് ചെറുതായി അരിഞ്ഞെടുക്കേണ്ട അത്രയൊന്നും അരിഞ്ഞില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നമ്മളിതിനെ കുക്കറിലിട്ട് വിസിലടുപ്പിച്ചെടുക്കുകയാണ്, എന്നിട്ട് ഇതിനെ അരച്ചെടുക്കുകയാണ് ഉള്ളത്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് മല്ലിയിലയും പിന്നെ കറിവേപ്പിലയാണ് ഇട്ട് കൊടുക്കുന്നുള്ളത്. പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്തെടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂണിന് മേലെയായിട്ട് ഗരം മസാല ചേർത്തെടുക്കാം. 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് കുക്കറിൽ നമുക്ക് ഒരു വിസിൽ അടുപ്പിച്ചെടുത്താൽ മതി. എന്നിട്ട് ഇത് തണുത്തതിന് ശേഷം ഇതിനെ ബ്ലെൻഡ് ചെയ്തെടുക്കാനുണ്ട്. എളുപ്പത്തിൽ ഈസി ആയിട്ട് എല്ലാവർക്കും തയ്യാറാക്കാൻ പറ്റിയ ഒരു കറിയാണ് കേട്ടോ ഈ ബട്ടർ ചിക്കൻ്റേത്. നമുക്ക് ഇതേ പാനിൽ തന്നെ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഈ ചിക്കനെ ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ബട്ടർ ചിക്കൻ ആയതുകൊണ്ട് ബട്ടറാണ് കേട്ടോ ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അൺസാൾട്ടഡ് ബട്ടർ ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഒരു സവാള കൂടി വീണ്ടും ഞാൻ അരിഞ്ഞിട്ട് ഇതുപോലെ കുനുകുനാന്ന് അരിഞ്ഞിട്ട് എടുക്കുന്നില്ലേ, അതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിനെ നമുക്ക് ഒന്ന് വഴറ്റാം. നല്ലോണം വഴറ്റിയിട്ട് ചുവന്ന കളറൊന്നും ആവേണ്ട ആവശ്യമൊന്നും ഇല്ല. അത്ര ആയി കിട്ടിയാൽ മതി. അപ്പോഴത്തേനും ഇത് നല്ലപോലെ തണുത്ത് വന്നിട്ടുണ്ട്. ഇതിനെ മിക്സിയുടെ ബ്ലെൻഡറിലേക്ക് ഇട്ടിട്ട് ഒന്ന് നമുക്ക് ബ്ലെൻഡ് ചെയ്തെടുക്കണം. നല്ല പോലെ അരച്ചെടുക്കണം കേട്ടോ. ഇത് നല്ല പോലെ അരിഞ്ഞ് വന്നതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചെടുക്കുന്നുള്ളത്. അപ്പോഴേക്കും ഇത് 1/2 കുക്കായി കിട്ടും. ഇതിൻ്റെ ഒരു സ്വീറ്റ് ആയിട്ട് ഉണ്ടാവുമല്ലേ, നല്ല മധുരം ഉണ്ടാവുമല്ലേ. ഈ സവാള 1/2 കുക്കായിട്ടാകുമ്പോൾ അതിൻ്റെ മധുരവും ഇതിലേക്ക് വേണം. അതിന് വേണ്ടിയിട്ടാണ് നല്ലോണം ചൊപ്പിച്ചിട്ട് ഗോൾഡൻ കളറായിട്ട് ആവുന്നത് വരെ ഇതിനെ വഴറ്റിയെടുക്കാതെ 1/2 കുക്കായിട്ടാകുമ്പോൾ തന്നെ നമ്മൾ ഇതിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുന്നുള്ളത്. അതൊന്ന് തിളച്ച് വന്നതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ആ ചിക്കനിൽ അതിൻ്റെ ഗ്രേവിയോട് കൂടി തന്നെ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. നല്ലോണം ഗ്രേവി നല്ലോണം വെള്ളം ഉണ്ടെങ്കിൽ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വറ്റിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ചിക്കന് നല്ലോണം വേവിക്കണ്ട, നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ 1/2 കുക്കാക്കിയിട്ട് എടുത്താൽ മതി. എന്നിട്ട് ഇതെല്ലാം ഒന്ന് മിക്സാക്കിയിട്ട് എടുക്കണം. ഉള്ള മൊത്തത്തിലൊന്ന് മിക്സാക്കിയിട്ട് എടുത്തതിന് ശേഷം നമ്മൾ ഇതെല്ലാം ചെയ്യുമ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ചെയ്യാൻ. ഇല്ലെങ്കിൽ അതിൽ നിന്ന് ഇങ്ങനെ തിളച്ചിട്ട് നമ്മളെ കയ്യിലൊക്കെ തെറിക്കും. അപ്പോൾ അത് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നുള്ളത്. അപ്പോൾ ആ ടൈമിൽ നമ്മളുടെ ഈ കാഷ്യൂനട്ട് നല്ല പോലെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് തിക്ക് ക്രീമില്ലേ, അതാണ് കേട്ടോ ഒഴിച്ചെടുക്കുന്നുള്ളത്. 250 ml തിക്ക് ക്രീമാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചെടുക്കുന്നുള്ളത്. അത് ഫുള്ളായിട്ടും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത്രയൊക്കെ ഇതിലേക്ക്
ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ക്രീമി ആയിട്ട് റിച്ച് ആയിട്ടുള്ള നല്ല അടിപൊളി ബട്ടർ ചിക്കൻ നമുക്ക് കിട്ടും. ഇത് നല്ല പോലെ പേസ്റ്റ് ആക്കിയിട്ട് വരാം. നമുക്ക് ആ ക്യാഷ്യൂനട്ട് ഇട്ടിട്ടുള്ളത് കൊണ്ടാണ് അതിനെ നല്ല പോലെ പേസ്റ്റ് ആക്കി എടുക്കുന്നുള്ളത്. എന്നിട്ട് ഇതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം. ഇതിന് ശേഷം ഇതും കൂടി നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഇത് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നമുക്ക് ബാക്കി വെക്കാം. അവസാനം കറിയുടെ മേലെ ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു ഫോട്ടോ പോസിനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പക്ഷേ അത് ബാക്കിയൊന്നും വെച്ചിട്ടില്ല, ഫുള്ളായിട്ട് ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് കസൂരി മെത്തിയില്ലേ, ഉലുവയുടെ ഇല, ഡ്രൈഡ് ലീഫ്, അതാണ്. അതിനെ നല്ല പോലെ കൈ കൊണ്ട് തന്നെ നല്ല പോലെ നൈസായിട്ട് കയ്യിൽ ഇങ്ങനെ പൊടിച്ചിട്ട് അതിലേക്ക് ഇട്ടുകൊടുത്തതാണ്. ഇതുകൂടി ചേരുമ്പോഴാണ് ബട്ടർ ചിക്കൻ്റെ യഥാർത്ഥ സ്മെല്ല് നമുക്ക് കിട്ടുന്നുള്ളത്. അതിലേക്ക് പിന്നീട് അവസാനം ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളതും ബട്ടറാണ് കേട്ടോ. അപ്പോൾ നമ്മളുടെ കറി അവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ നമുക്ക് റെസ്റ്റോറൻറ്റിൽ കിട്ടുന്നതിനേക്കാളും ടേസ്റ്റിൽ വീട്ടിൽ തന്നെ ആർക്ക് വേണമെങ്കിലും എളുപ്പത്തിൽ ബട്ടർ ചിക്കൻ തയ്യാറാക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ എളുപ്പത്തിൽ ഉണ്ടാക്കുവാനും പറ്റും. അപ്പോൾ എന്തായാലും ഇന്ന് തന്നെ നിങ്ങളെല്ലാവരും ഉണ്ടാക്കിയിട്ട് നോക്ക്. റെസ്റ്റോറൻറ്റിൽ കിട്ടുന്നതിനേക്കാളും ടേസ്റ്റാണ് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ. എന്തായാലും ഒരു തവണ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ എന്നും ഇത് തന്നെ ഉണ്ടാക്കാൻ തോന്നും. ഇത് പൊറോട്ടൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ അതുപോലെ തന്നെ പത്തിരിയുടെ കൂടെയോ നെയ്ച്ചോറിൻ്റെ കൂടെയോ അതുപോലെ തന്നെ ഫ്രൈഡ് റൈസിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ബെസ്റ്റ് കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു റെസിപ്പി കൂടിയാണ് ഈ കറീൻ്റെത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ. ചിക്കൻ കറി തന്നെ പല ടൈപ്പിലും പലതരത്തിലും ഉണ്ടാക്കാറുണ്ട്. അതിൻ്റെ കുറേ ടൈപ്പ് റെസിപ്പീസ് ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്ക്. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന റെസിപ്പീസാണ്. ഇവിടെ എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ട റെസിപ്പീസാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്ത് തന്നിട്ടുള്ളത്. കഴിച്ചവരൊക്കെ വീണ്ടും വീണ്ടും ചോദിക്കുന്ന റെസിപ്പീസാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പ് ഷെയർ ചെയ്ത് തരാറുള്ളത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്ക്. ഈ കറീൻ്റെ കൺസിസ്റ്റൻസി കണ്ടില്ലേ, ഇങ്ങനെയായിരിക്കും ഇത് ഉണ്ടാവുക. ഇത് തണുക്കും തോറും നല്ലോണം കട്ടി കൂടി വരും. അതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. ഇത് നമ്മൾ കാഷ്യൂനട്ടും അതുപോലെ തന്നെ ക്രീമും കൂടി ചേർത്തിട്ടല്ലേ ഉണ്ടാക്കുന്നുള്ളത്. അതുകൊണ്ട് നല്ലോണം തിക്കായി തന്നെ ആയിരിക്കും ഈ കറി ഉണ്ടാവുന്നുള്ളത്. സ്പൈസി ആയിട്ടുള്ള കറി ഇഷ്ടപ്പെടാത്തവർ എന്തായാലും ഇഷ്ടപ്പെടും ഈ ബട്ടർ ചിക്കൻ്റെ കറി. ഇത് സ്വീറ്റായിട്ടാണ് ഈ കറി ഉണ്ടാവുന്നുള്ളത്. അധികം സ്പൈസി ഒന്നും ഉണ്ടാവില്ല. ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കൊടുക്കാനും മറക്കല്ലേ. ഇനിയും ഒരുപാട് പുതിയ വീഡിയോസുമായും കിച്ചൺ ടിപ്സുമായും നിങ്ങളുടെ മുമ്പിൽ വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.